മോളെ ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മോളുടെ അമ്മയെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ചില ചിന്തകളൊക്കെ ഉണ്ട്, ചില രൂപങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അമ്പലത്തിൽ നിന്ന് തൊഴുത് പ്രാർത്ഥിക്കുമ്പോഴും ചാറ്റ് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ലക്ഷ്മിയെക്കുറിച്ച് എനിക്കൊരു രൂപവും ധാരണയൊക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, മോളുടെ അമ്മയെ എനിക്കൊന്ന് കാണാനായിട്ട് ഭയങ്കരമായിട്ട് കൊതിയാവുകയാണ്. മോളെ എന്താ ചെയ്യുക? നമ്മുടെ പ്രകാശിൻ്റെ ഓരോരോ കൂത്താട്ടങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേക്കുറിച്ചൊക്കെ നമുക്ക് തുടർന്ന് അങ്ങോട്ട് പറയാം. അതിന് മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ രൂപ കല്യാണിയെ ഫോണിൽ വിളിക്കുകയാണ്. അങ്ങനെ കോളൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ കല്യാണി കിരണിനോട് പറയുകയാണ്, അമ്മ വിളിച്ചിട്ട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മളോട് അങ്ങോട്ട് ചെല്ലാനാണ് പറഞ്ഞത്, ഇനി അവിടെ നിന്ന് പോവാമെന്നാണ് അമ്മ പറയുന്നത് എന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയണ, അതേക്കുറിച്ച് ഞാൻ പറഞ്ഞതല്ലായിരുന്നോ കല്യാണി, നമുക്ക് അമ്മയുടെ അടുത്ത് നിന്ന് പോവാമെന്ന് തന്നെ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലായിരുന്നോ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കല്യാണി പറയണ, കിരണേട്ടാ നമ്മൾ പോകുമ്പോൾ എന്തായാലും കുഞ്ഞിനെ കൊണ്ടുപോകണ്ട, കുഞ്ഞു കൂടി ഉണ്ടെങ്കിൽ വലിയ വിഷമമാവും. കിരണേട്ടനെ പിരിഞ്ഞു പോകാൻ തന്നെ എനിക്ക് നല്ല വിഷമമുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞും കൂടി ഉണ്ടോ കാര്യം പറയണോ? അപ്പോൾ കിരൺ പറയുകയാണ്, എൻ്റെ കല്യാണി നീ ഇപ്പം ഇങ്ങനെയൊക്കെ പറയും, പിന്നീട് സമയത്ത് കുഞ്ഞിനെ കണ്ടേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് നീ കിടന്ന് വാശിയൊന്നും പിടിക്കരുത്. ഇല്ല കിരണേട്ടാ, ഞാൻ വാശിയൊന്നും പിടിക്കില്ല. എങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇപ്പം തന്നെ ഇറങ്ങാം, നീ വേഗം റെഡിയാവ് എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കിരൺ. അപ്പോൾ അതേ സമയത്തുണ്ടല്ലോ നമ്മുടെ നമ്മുടെ കാർത്തികയാണെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യുകയാണ്, ലാപ്ടോപ്പിലാണ്. അപ്പോഴത്തേക്ക് അങ്ങോട്ടേക്ക് പ്രകാശം വരികയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയണം, ഇരിക്കച്ചാ അങ്ങോട്ട്. അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ ഇരിക്കുകയാണ്. എന്നിട്ട് കയ്യിൽ കൊണ്ടുവന്ന പ്രസാദം നമ്മുടെ കാർത്തികയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് പറയണം, മോളെ ഞാൻ ക്ഷേത്രത്തിൽ പോയപ്പോൾ മോളുടെ അമ്മയുടെ പേരിൽ ഒരു വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞിട്ട് മോളുടെ അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, മോളുടെ അമ്മയുടേത് മാത്രമല്ല മോളുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് നമ്മുടെ പ്രകാശം പറയുകയാണ്, മോളെ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടല്ലോ ഞാൻ ഇതുപോലെയുള്ള ചടങ്ങുകളൊന്നും ചെയ്തിട്ടില്ല. ഇന്ന് 3 പെൺകുട്ടികളുടെ കാല് ഞാൻ കഴുകി, എന്നിട്ട് ആ വെള്ളം കൊണ്ട് എൻ്റെ മുഖവും കൂടി കഴുകി. അങ്ങനെ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ മോൾ എന്നോട് പറഞ്ഞില്ലേ അത് ചെയ്യണമെന്ന്, അതുകൊണ്ടാണ് മോളെ ഞാനത് ചെയ്തത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കാർത്തിക പറയണ, അത് വേണോ അച്ഛാ, അതങ്ങനെ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. മാസത്തിൽ 1 തവണ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വച്ചടി കയറ്റമായിരിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ പ്രകാശം മനസ്സ് വിചാരിക്കണേ, ഈശ്വര പെട്ടു, ഇനി എല്ലാ മാസവും ഞാൻ കണ്ട പെമ്പിള്ളേരെ കാല് കഴിയണോ, എന്തൊക്കെയാണ് ഈ പറയുന്നത്, ഇനിയിപ്പോൾ ഇവള് പറഞ്ഞാൽ ചെയ്യാതിരിക്കാനും പറ്റില്ലല്ലോ എന്നിങ്ങനെ പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോൾ കാർത്തിക പറയുകയാണ്, അച്ഛനെന്തായാലും സന്തോഷമായില്ലേ? അപ്പോൾ പ്രകാശം പറയണം, പിന്നെ എനിക്ക് നല്ല സന്തോഷമായി മോളെ, ഞാൻ മോളുടെ പേരിൽ നടത്തിയിട്ടുണ്ട്, അർച്ചനയും വഴിപാടുകളൊക്കെ നടത്തിയിട്ടുണ്ട്. എന്തായാലും ഞാൻ മോളുടെ അമ്മയുടെയും ആരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു എന്നിങ്ങനെ പറയുകയാണ്. പ്രകാശൻ്റെ ജീവിതത്തിലെ പുതിയ അനുഭവങ്ങളാണ് ഇതൊക്കെ എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ കാർത്തിക പറയുകയാണ്, എന്തായാലും അച്ഛൻ കൊണ്ടുവന്ന ഈ പ്രസാദം ഞാൻ എത്രയും പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് എത്തിക്കും. അതെങ്ങനെ സാധിക്കും മോളെ, അമ്മ ചെന്നൈയിലല്ലേ, അപ്പോൾ ഈ പ്രസാദം എങ്ങനെ ചെന്നൈയിൽ കൊടുത്തേക്കുന്നത്? അതൊക്കെ പറ്റും അച്ഛാ, അതിനായിട്ടിപ്പോൾ ഒരുപാട് മാർഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എത്രയും പെട്ടെന്ന് എത്തിക്കാനൊക്കെ പറ്റും. അമ്മ അത് ഇടുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ പ്രകാശം പറയണ, എനിക്കറിയില്ല മോളെ, അതങ്ങനെ പറ്റുമോ? അച്ഛൻ പറ്റും, അച്ഛൻ സമാധാനമായിട്ടിരിക്കുക. അമ്മയ്ക്ക് അച്ഛനോട് വലിയ ഇഷ്ടമാണ് കേട്ടോ, വലിയ കാര്യമാണ്. ഞാൻ എപ്പോഴും അമ്മയോട് പറയും അച്ഛനെ പറ്റി. അത് പറഞ്ഞപ്പോഴാണ് മോളെ, ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മോളോട് പറയണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുകയായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ മോളുടെ അമ്മയെ ഞാൻ നേരിട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ. പെട്ടെന്ന് തന്നെ കാർത്തിക മനസ്സിൽ പറയണം, എൻ്റെ അമ്മയെ നേരിട്ട് കാണണമെന്ന് പറയാനായിരിക്കും, നാണം കെട്ടവൻ എന്നിങ്ങനെ കാർത്തിക മനസ്സിൽ പറയുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ പ്രകാശം പറയുകയാണ്, മോളുടെ അമ്മയെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുന്ന സമയത്ത് മോളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോഴും മൊബൈൽ ഫോണിൽ ചാറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രൂപം ഉണ്ടായിരുന്നു, ശരിക്കും ഒന്ന് നേരിട്ട് കാണണമെന്നൊരാഗ്രഹം. അപ്പോൾ ഉടനെ തന്നെ കാർത്തിക പറയുകയാണ്, അയ്യോ അച്ഛാ, അത് മാത്രം നടക്കില്ല, അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ചില ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് നല്ല നാണമാണ്, അതുകൊണ്ട് അച്ഛനെ അമ്മ നേരിട്ട് കാണണമെന്ന് പറയാത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ വിവാഹം കഴിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആഗ്രഹമായിരുന്നു ആദ്യം. പിന്നീട് ഞാൻ അച്ഛനെക്കുറിച്ച് പറഞ്ഞിട്ട് എൻ്റെ മരിച്ചുപോയ അച്ഛൻ്റെ സാമ്യമുണ്ട് അച്ഛന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അമ്മയ്ക്ക് അതിനോട് താല്പര്യമൊക്കെ തോന്നി തുടങ്ങിയത്. ശരിക്കും ഇപ്പോഴും അമ്മയ്ക്ക് വലിയ നാണമാണ് അച്ഛൻ്റെ കാര്യം പറയുകയൊക്കെ ചെയ്യുമ്പോൾ.
അതുകൊണ്ട് തന്നെ അമ്മ പറയുന്നത് വിവാഹം അടുക്കുന്ന സമയത്ത് മാത്രം നേരിട്ട് കണ്ടാൽ മതി എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ എൻ്റെ അച്ഛൻ്റെ രൂപമല്ലേ അച്ഛനും, അതുകൊണ്ട് തന്നെ അമ്മയുടെ മനസ്സിൽ ഒരു രൂപം തന്നെയുണ്ട് അച്ഛൻ്റേത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശം പറയണേ, എന്നാലും മോളെ ഇപ്പോൾ അങ്ങനെ അഥവാ നേരിട്ട് കണ്ടില്ലെങ്കിലും പിന്നെ വീഡിയോ കോളൊക്കെ ചെയ്യുന്നതിൽ കുഴപ്പമില്ലല്ലോ മോളെ എന്നിങ്ങനെ പറയുകയാണ് പ്രകാശൻ. അപ്പോൾ ഉടനെ തന്നെ കാർത്തിക പറയണേ, ഏയ് അതൊന്നും ശരിയാവില്ല അച്ഛാ, അമ്മയ്ക്ക് അതിനോടൊന്നും ഒരു താല്പര്യമില്ല. താല്പര്യമില്ലാത്തത് വേറൊന്നും കൊണ്ടല്ല, അമ്മയ്ക്ക് അതൊക്കെ ഭയങ്കര നാണമാണ്, വലിയ നാണക്കാരിയാണ് എൻ്റെ അമ്മ. പിന്നെ അമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ വിവാഹത്തിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് എല്ലാ അർത്ഥത്തിലും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അച്ഛനെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, ആ അച്ഛനെ അമ്മ വിവാഹം കഴിച്ച് കൂടെ താമസിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ആ ഒരു വാക്കിനെ മാനിച്ചിട്ടാണ് അമ്മ അച്ഛനോട് കൂടുതൽ അടുത്തത്. അമ്മയ്ക്കിപ്പോൾ അച്ഛനോട് വലിയ ഇഷ്ടമൊക്കെയാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് വീഡിയോ കോൾ ചെയ്യാനോ പിന്നെ ഫോണിൽ ഡയറക്റ്റായിട്ട് സംസാരിക്കാനോ ഒന്നും അമ്മ കൂട്ടാവില്ല. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്. എന്ന് കരുതിയിട്ട് അച്ഛൻ അമ്മയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട. എൻ്റെ അമ്മ ഒരു വികലാംഗയൊന്നുമല്ല, എൻ്റെ അമ്മ കാണാൻ നല്ല സുന്ദരിയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, എനിക്ക് എൻ്റെ അമ്മയുടെ ഒരു ഛായയില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അതുപോലെ ഇരിക്കുന്നത്. എന്നാലും ശകലമെങ്കിലുമൊക്കെ ഒരു ഛായ കാണില്ലേ മോളെ? ഇല്ല, പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. ശരിക്കും ഞാൻ എൻ്റെ അച്ഛനെ പോലെ ഇരിക്കുന്നത്. എൻ്റെ അമ്മ കാണാൻ അതിസുന്ദരിയാണ്. അതുകൊണ്ട് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല. പിന്നീടുണ്ടല്ലോ അച്ഛാ, നമ്മുടെ പുതിയ ആ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി, മോളെ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ന് ക്ഷേത്രത്തിൽ നിന്ന് ആ പെൺകുട്ടികളുടെ പാദമൊക്കെ കഴുകി പൂജിച്ചില്ലേ, ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ പുതിയ കൺസ്ട്രക്ഷൻ കമ്പനി നല്ല രീതിയിൽ തുടങ്ങണമെന്നും അത് നല്ല രീതിയിൽ വളർന്നു വരണമെന്നും. അപ്പോൾ കാർത്തിക പറയുകയാണ്, അത് വേണം അച്ഛാ, അതങ്ങനെ ആവശ്യമാണ്, അത് വേണം. അച്ഛൻ്റെ പ്രാർത്ഥന എന്തായാലും വെറുതെ ആവില്ല. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ബിസിനസ്സിലൊക്കെ എനിക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഞാൻ ഏത് ബിസിനസ് ചെയ്താലും എനിക്ക് അതിൻ്റേതായ രീതിയിൽ ഉയർന്നു വരാൻ സാധിക്കും. അതെൻ്റെ ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. പിന്നെ അച്ഛനും വിക്രമും കൂടി എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ബിസിനസ്മാൻ ആവാം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം കാർത്തിക പറയുകയാണ്, നമ്മൾ തുടങ്ങുന്ന ബിസിനസ് കമ്പനി, അതായത് കൺസ്ട്രക്ഷൻ കമ്പനി ഇല്ലേ, അതിൻ്റെ വർക്ക് ഇനി അധിക നാളൊന്നും വെച്ച് നീട്ടിക്കൊണ്ട് പോകണ്ട. നമുക്ക് നല്ലൊരു മുഹൂർത്തവും നോക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് തുടങ്ങാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കത് തുടങ്ങാം. അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ ഉടനെ പ്രകാശം പറയണം, അതേ മോളെ, എൻ്റെ മോൻ്റെയും പൂർണ്ണ പിന്തുണ അതിന് പിന്നിലുണ്ടാവും. ഞങ്ങൾ വേണ്ട രീതിയിൽ ഞങ്ങളെക്കൊണ്ട് പറ്റുന്നതിനപ്പുറം ഞങ്ങൾ അതിൽ ജോലി ചെയ്യും മോളെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാർത്തികം പറയുകയാണ്, അതേ അച്ഛാ, ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ നമ്മൾ അത് അധ്വാനിക്കുകയാണെങ്കിലുണ്ടല്ലോ, ഒരു വർഷം കൊണ്ട് 1 കോടിയൊന്നും അല്ല, ചിലപ്പോൾ നമ്മുടെ പരിശ്രമം കൊണ്ട് ഇൻഡസ്ട്രിയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു കമ്പനി ആക്കി എടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഒരു വർഷം തന്നെ 50 കോടി രൂപയൊക്കെ കിട്ടും ലാഭമായിട്ട്. അങ്ങനെ വരുമ്പോൾ 50 കോടിയുടെ നേർപകുതി 25 കോടി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, വിക്രത്തിനും അച്ഛനും അവകാശപ്പെട്ടതാണെന്ന് പറയുമ്പോൾ പ്രകാശിൻ്റെ കണ്ണൊക്കെ തള്ളിപ്പോവുകയാണ്. അപ്പോൾ പ്രകാശം പെട്ടെന്ന് പറയുകയാണ്, ആ തള്ളലൊക്കെ അങ്ങ് മാറ്റി വെച്ചിട്ട് പറയുകയാണ്, മോളെ, ഞങ്ങൾക്ക് അത്രയൊന്നും തരണ്ട, എന്തെങ്കിലും ഒരു 10% അങ്ങനെ തന്നാൽ മതി. ഇനി തന്നില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾ മോക്ക് വേണ്ടിയിട്ട് മരിച്ച് പണിയെടുക്കാനും തയ്യാറാണ് എന്നിങ്ങനെ പറയണം. ഇപ്പം തന്നെ ഞങ്ങളുടെ അമ്മ കണ്ടില്ലേ, അമ്മ ഇപ്പോൾ സ്വന്തം മുതൽ കണക്കാണ് അമ്മ മോളുടെ ഫുഡ് പ്രോഡക്റ്റിൻ്റെ കമ്പനി നോക്കി നടത്തുന്നത്. എല്ലാ കാര്യത്തിനും അമ്മ ഓടി നടന്നാണ് ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ കാർത്തിക പറയാണ്, അതെനിക്കറിയാം അച്ഛാ, ഞാൻ കാണുന്നുണ്ട്, അമ്മൂമ്മ നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അമ്മൂമ്മയുടെ ആത്മാർത്ഥതയുണ്ടല്ലോ, എല്ലാവരും പറയുന്നുണ്ട്. പിന്നെ അമ്മൂമ്മ വന്നതിന് ശേഷം ഞങ്ങളുടെ ഫുഡ് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, അമ്മൂമ്മയുടെ കൈപ്പുണ്യം ഉണ്ടല്ലോ, അതൊരു 1.5 കൈപ്പുണ്യമാണ്. അതേ മോളെ, എൻ്റെ അമ്മ നന്നായിട്ട് പാചകം ചെയ്യും. എൻ്റെ അമ്മയുടെ പാചകകല ആർക്കും കിട്ടിയിട്ടില്ല. അത്രയ്ക്ക് നല്ല പാചകക്കാരിയാണ് എൻ്റെ അമ്മ. പിന്നെ ഞാനുണ്ടല്ലോ മോളെ, നിൻ്റെ മുന്നിൽ എപ്പോഴും കടപ്പെട്ടവനായിരിക്കും. ശരിക്കും പറയുകയാണെങ്കിലുണ്ടല്ലോ, ഞാൻ എൻ്റെ ഭാര്യയെയും എൻ്റെ മക്കളെയും ഉണ്ടല്ലോ, ഞാൻ ഒരുപാട് സ്നേഹിച്ചതാണ്. അവർക്ക് വേണ്ടിയിട്ട് എല്ലാം മുറി പണിയെടുത്ത് ഞാൻ അത്രയ്ക്ക് കഷ്ടപ്പെട്ടാണ് ഞാൻ അവരെ വളർത്തിയതും നോക്കിയതും ഒക്കെ. എന്നിട്ട് അവൾക്ക് പെട്ടെന്നൊരു ദിവസം ഒരു ഭർത്താവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ചവിട്ടി ഓടിച്ച് കളഞ്ഞിട്ട് അവൾ അവൻ്റെ കൂടെ പോയി. കല്യാണിയുടെ അറിയണേ.
പിന്നെ എൻ്റെ ഭാര്യയെന്ന് പറഞ്ഞോള് എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി മോളെ. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഈ കാലം വരെയുള്ള ജീവിതം അവരുപേക്ഷിച്ച് പോയതിന് ശേഷം ഞാൻ ഒരു വിവാഹത്തെക്കുറിച്ചോ മറ്റൊരു സ്ത്രീയെക്കുറിച്ചോ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൾ എൻ്റെ കൂടെ മോളുടെ അമ്മയുടെ കാര്യം പറഞ്ഞത്. ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് നിൻ്റെ അമ്മയോട് വളരെ സ്നേഹമുണ്ട്. എനിക്കവരെ ഒന്ന് കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട് മോളെ, നല്ല ആഗ്രഹമുണ്ട്. ശരിക്കും അവളുടെ മുന്നിലുണ്ടല്ലോ, ആ ദീപ എന്ന് പറയുന്ന എൻ്റെ ഭാര്യയുടെ മുന്നിലും എൻ്റെ കല്യാണി എന്ന് പറയുന്ന ആ നശൂലത്തിൻ്റെ മുന്നിൽ കൂടെയൊക്കെ എനിക്ക് മോളുടെ അമ്മയെ വിവാഹം കഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് നടക്കണം, മുന്നിലേക്കൊന്ന് ചെല്ലണം മോളെ. എൻ്റെ ആവശ്യമാണ്, എൻ്റെ ആഗ്രഹമാണത് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ കാർത്തിക പറയണം, അത് വേണം അച്ഛാ, അത് വേണം എന്നിങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രകാശം പറയുകയാണ്, ആ എങ്കിൽ ശരി മോളെ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ പോവുകയാണ്. പ്രകാശം പോയി കഴിയുമ്പോഴത്തേക്ക് ഉടനെ കാർത്തിക മനസ്സിൽ പറയണം, ചെല്ലടോ ചെല്ല്, താൻ എൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി കിടന്ന് താനും തൻ്റെ മോനും കിടന്ന് പണിയെടുത്ത് മരിക്കടോ. അത് കണക്ക് തൻ്റെ അമ്മയല്ലേ ഇപ്പോൾ ഓടി നടന്ന് പണിയെടുക്കുകയാണ്, ചെല്ലടോ. ഒടുവിലുണ്ടല്ലോ നിങ്ങളൊക്കെ മൂന്നെണ്ണവും പണിയെടുത്ത് ഒരു പരുവാവും. 10ൻ്റെ പൈസ പോലും നിങ്ങൾക്ക് ആർക്കും ഞാൻ തരില്ല. സ്വന്തം കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ച അച്ഛനല്ലേ താൻ കുറേ പഠിക്കടോ എന്നും പറഞ്ഞിട്ട് കാർത്തിക ഇങ്ങനെ ഇരിക്കുകയാണ്. അതേസമയം നമ്മുടെ കിരണും കല്യാണിയും കൂടി രൂപയുടെ വീട്ടിലേക്ക് എത്തുകയാണ്. അങ്ങനെ നമ്മുടെ രൂപ വന്ന് വാതിൽ തുറക്കുകയാണ്. ഒപ്പം അവിടെ സേനനും ഉണ്ട്. അങ്ങനെ നമ്മുടെ കിരണിനെയും കല്യാണിയെയും അവിടെ അകത്തേക്ക് ക്ഷണിക്കുകയാണ് നമ്മുടെ രൂപ. അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ഇരിക്കാൻ പറയുകയാണ്. അങ്ങനെ അവർ 4 പേരും കൂടി ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കിരൺ പറയുകയാണ്, കല്യാണിക്ക് ഇപ്പോൾ നാളെ പോകുന്ന കാര്യമായപ്പോഴത്തേക്ക് കല്യാണിക്ക് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പോകാൻ വയ്യെന്നും പറഞ്ഞാൽ അച്ഛായിരിക്കുന്നത് എന്ന് പറയുമ്പോൾ സേനൻ പറയാണ്, എന്താ മോളെ കല്യാണി ഇങ്ങനെയൊക്കെ, മോൾക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു ഭാഗ്യമുണ്ടല്ലോ അധികം ആർക്കും കിട്ടുന്നതല്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗ്യം മോൾ മിസ്സാക്കരുത്, മോൾ ചെല്ലണം, മോളുടെ കഴിവ് മോൾ അവിടെ തെളിയിക്കണം എന്നിങ്ങനെ പറയുകയാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കഴിവ് തെളിയിക്കുകയല്ല, മോളുടെ കഴിവിന് കിട്ടിയ അംഗീകാരമാണ്. അതുകൊണ്ട് അത് മോള് നല്ല രീതിയിൽ അവിടെ പോയി അത് സ്വീകരിക്കണം എന്നാണ് നമ്മുടെ സേനൻ പറയുന്നത്. അത് കേൾക്കുമ്പോൾ കല്യാണി പറയണം, അച്ഛാ ഈ പറയുന്നെങ്കിലും കിരണേട്ടനാണ് ഞാൻ പോകുന്നതിൽ വലിയ വിഷമം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ തന്നെ കിരണിനോട് പിന്നെ നമ്മുടെ സേനൻ ചോദിക്കണേ, എടാ കിരണേ മോനെ, ഇങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിലുണ്ടല്ലോ ഞാനും തൻ്റെ അമ്മയും കൂടി മോൻ്റെ അമ്മയും കൂടി എത്ര വർഷം പിരിഞ്ഞിരുന്നതാണ്. എടാ ജീവിതത്തിൽ ഇതൊക്കെ സാധാരണമാണ്, നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല, മോൾ സന്തോഷമായിട്ട് പോയി പങ്കെടുത്തിട്ട് വാ. അങ്ങനെ രൂപയും പറയുകയാണ്, മോളെ നീ വീട്ടിനുള്ളിൽ ഒതുങ്ങി കഴിയേണ്ട ഒരു കുട്ടിയൊന്നും അല്ല, നീ ഒരുപാട് ഉന്നതങ്ങളിൽ എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രൂപയും നമ്മുടെ കല്യാണിക്ക് വേണ്ടുന്ന പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ യാമിനി കൊണ്ടുവന്ന് ജ്യൂസ് കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ്. അതിനുശേഷം യാമിനി പറയുകയാണ്, ഒറ്റയ്ക്കേ ഉള്ളെന്നുള്ള വിഷമം ഉണ്ടെങ്കിൽ ഞാനും കൂടി വരാമെന്ന് പറയുകയാണ്. അപ്പോൾ കിരൺ പറയുന്നത്, വേണ്ട ചേച്ചി പോകേണ്ട കാര്യമൊന്നുമില്ല, ആദ്യം അവളുടെ അമ്മ കൂടെ ചെല്ലാമെന്ന് പറഞ്ഞതാണ്, ഞാനാ പറഞ്ഞത് ചെല്ലണ്ട എന്ന്. കാരണം നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇട്ടാവട്ടത്ത് കിടന്ന് കറങ്ങുന്നവരാണ്. ശരിക്കും പറയുകയാണെങ്കിൽ കല്യാണി ഈ ഇൻഡസ്ട്രി മുഴുവനും അറിയപ്പെടേണ്ട ഒരാളാണ്. ഇപ്പം തന്നെ എല്ലാവരും കല്യാണി അറിയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള ഫംഗ്ഷനുകളും കാര്യങ്ങളൊക്കെ അന്യരാജ്യങ്ങളിലൊക്കെ വെച്ചിട്ട് വരുമ്പോഴും കല്യാണിക്ക് അത് ഒറ്റയ്ക്ക് പോയി പങ്കെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോഴേ ഒരാളെ ഇങ്ങനെ ചുമക്കാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ഒന്ന് ഉൾവലിയും. അപ്പോൾ അത് വേണ്ട, ആരുമില്ലാതെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യേണ്ടി വരുമ്പോഴായിരിക്കും അവർക്ക് എല്ലാവരുമായിട്ട് അടുത്തിടപഴകാനും നല്ല ബോൾഡ് ആവാനും സാധിക്കുന്നത്. അതുകൊണ്ട് കല്യാണി താനെ പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കിരണ്. അതേസമയത്ത് നമ്മുടെ മനോഹറിൻ്റെ തോളും ചാരി ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ സരയു ഉറങ്ങുന്നില്ല. അപ്പോൾ മനോഹർ പറയുകയാണ്, ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട് മനോഹർ. എന്നിട്ട് മനോഹർ പറയുകയാണ്, മോളു എന്താണ് ഉറങ്ങാത്തത്, മനുവേട്ടന് ശരീരം നല്ല വേദനയുണ്ടോ? വേദന അത്രയ്ക്കൊന്നുമില്ല മോളു, ചെറിയൊരു വേദനയുള്ളൂ. വല്ല കാര്യം ഉണ്ടായിരുന്നോ മനുവേട്ടൻ എൻ്റെ ഒപ്പം ഇറങ്ങി വന്ന മനുവേട്ടനാണ്, തിരിച്ച് വയറിന് കംപ്ലൈൻറ്റ് വന്നത് കാരണമല്ലേ ഈ പ്രശ്നങ്ങൾ അത്രയും ഉണ്ടായത്. അപ്പോൾ മനോഹർ പറയണേ, മോളു വരാനുള്ളത് വഴി തെങ്ങില്ലല്ലോ മോളു എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ സരയു പറയണേ, എന്നാലും ഇത് വല്ലാത്തൊരു വരാനുള്ളതായിപ്പോയി മനുവേട്ടന് ഹോസ്പിറ്റലിൽ പോകണോ? ഹോസ്പിറ്റലിലൊന്നും പോകണ്ട മോളു, രാവിലെ ഒന്ന് ചൂട് വെച്ചാൽ മതി, അപ്പോൾ അതങ്ങ് മാറും, മോള് ഉറങ്ങിക്കോ, ഉറക്കം കളയണ്ട
എന്നും പറഞ്ഞിട്ട് സരയുവിനെ തട്ടി ഉറക്കാനായിട്ട് നോക്കുകയാണ്. എന്നിട്ട് മനോഹർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഓഹ് ഇവളൊന്ന് ഉറങ്ങിയിട്ട് വേണമല്ലോ അവളെ ഒന്ന് വിളിക്കാനായിട്ട്, അവളെ കുറേ ദിവസമായി വിളിച്ചിട്ട് എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കോള് വരികയാണ് നമ്മുടെ മനോഹറിന്. അപ്പോൾ സരയു പറയാണ്, ആ ഞാൻ എടുക്കാം മനുവേട്ടാ. വേണ്ട മോളൂ, ഞാൻ എടുത്തോളാം ഫോണ്, ഞാൻ എടുക്കാം മനുവേട്ടാ എന്ന് പറഞ്ഞിട്ട് സരയു ഇങ്ങനെ ഫോൺ എടുത്തിട്ട് നോക്കുകയാണ്, നമ്പർ നോക്കുകയാണ്. നോക്കുമ്പോഴത്തേക്ക് നാഷ് എന്നെഴുതിയിരിക്കുന്ന വായിക്കണേ. നാഷ് ആരാ മനുവേട്ടാ ഈ നാഷ്? അപ്പോൾ ഉടനെ മനോഹർ പറയണേ, എൻ്റെ മോളൂ നാഷ് കൊറിയ എന്നല്ലേ അടിച്ചിട്ടിരിക്കുന്നത്? ആ അതെ മനുവേട്ടാ, നാഷ് കൊറിയ. ഇത് കൊറിയയിലുള്ള എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അവനാണെങ്കിൽ ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ട് അങ്ങോട്ടൊന്നും ചെല്ലുന്നില്ലല്ലോ, കൊറിയയിലേക്കൊന്നും ചെല്ലുന്നില്ലല്ലോ. ആ കാര്യം പറയാനായിട്ട് അവൻ വിളിക്കുകയാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മോളൂ, അവൻ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ വെക്കേയില്ല. അവനൊക്കെ വിവരമുണ്ടോ? അവിടെ ഇപ്പോൾ ഏതാണ്ട് 10 മണിയാവത്തേ ഉള്ളൂ. അതുകൊണ്ടേ അവൻ വിളിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടേ മോള് കിടന്നങ്ങ് ഉറങ്ങിക്കോ, ഞാൻ പോയി സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോഹർ നൈസിന് അങ്ങ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. ഫോണും കൊണ്ട് താഴേക്ക് വരുമ്പോൾ കാണുന്നത് രാഹുൽ അവിടെ തന്നെ ഇങ്ങനെ ഭൂതം ഇരിക്കുന്ന കണക്ക് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ പറയണേ, ഓ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ ഒരു അനാഥപ്രേതങ്ങളൊക്കെ, ഇയാൾക്ക് എന്താ ഉറക്കമില്ലേ എന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ ഉടനെ രാഹുൽ ചോദിക്കണേ, നീ എങ്ങോട്ടാടാ പോണത് ഈ പാതിരാത്രിക്ക്? അതൊരു കോള് വന്ന് വിളിക്കാനായിട്ട്. ആരാടാ നിന്നെ ഈ പാതിരാത്രി കിടന്ന് വിളിക്കുന്നത്? നീ ഇനി പുതിയ ഏരിയ വല്ലതും കൊത്തിയിട്ടുണ്ടോ? ഏയ് പുതിയ ഏരിയൊന്നും അല്ല, ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരെണ്ണം കൊത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെ വിളിക്കുന്നത് എന്ന് പറയണ. ഹെടോ തന്നെ എന്താ തൻ്റെ ഭാര്യ അടിച്ച് വെളിയിൽ കളഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉടനെ രാഹുൽ ഇങ്ങനെ നോക്കി പല്ല് അടിക്കുകയാണ് മനോഹറിനെ. അപ്പോൾ തന്നെ മനോഹർ പറയാണ്, ഒരു കണക്കിനുണ്ടല്ലോടോ, താൻ ഇവിടെയൊന്നും ഇരിക്കാതെ വേറെ എവിടെയെങ്കിലും പോയി മുറിയിൽ പോയി കിടന്നുറങ്ങുക, അതാ തനിക്ക് നല്ലത്. അല്ലെങ്കിലുണ്ടല്ലേ തൻ്റെ ഭാര്യ തൻ്റെ തലമണ്ട തല്ലി പൊട്ടിക്കും. അതുകൊണ്ടേ താൻ തൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. എടാ നീ വല്ലതും അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഞാനായിട്ടൊന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷേ അവർക്ക് ഏതാണ്ടൊക്കെ അറിയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവരുടെ മട്ടും മാതിരിയും സംസാരമൊക്കെ കണ്ട തന്നെ പറ്റി എന്തൊക്കെയോ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഉടനെ രാഹുൽ പറയാണ്, നീ പറയാതെ അവൾ ഒരു കാര്യം അറിയാൻ പോകുന്നില്ല. ഇനി അതെല്ലാം എൻ്റെ പെടലിൽ കൊണ്ടുവയ്ക്കുക. ഞാനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവർ എന്തൊക്കെയോ അവർക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും അവരുടെ സംസാരത്തിൽ നിന്ന്. എന്തായാലും താനൊന്ന് സൂക്ഷിച്ചോടോ, അതാ നല്ലത് എന്നിങ്ങനെ പറയുകയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പം മനോഹറിൻ്റെ ഫോണിലേക്ക് ബെല്ല് വരികയാണ്. അപ്പോൾ മനോഹർ പറയണേ, എടോ ഇത് വിളിക്കുന്നത് നിഷയാണ് വിളിക്കുന്നത്. താൻ ഈ ഫോൺ എടുത്തിട്ട് താൻ എടുക്കണം ഈ ഫോണ്. എന്നിട്ട് താൻ പറയണം, താൻ എൻ്റെ ഒപ്പം അവിടെ വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ ഞാൻ അവിടെ ആകെ പ്രശ്നത്തിലിരിക്കുകയാണ്, എല്ലാവരും കൂടി വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ എന്നെ പൊരിക്കുകയാണ് എന്ന് പറഞ്ഞ് താൻ അവളെ സമാധാനിപ്പിച്ച് ഫോൺ വെപ്പിക്കണം എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ ഉടനെ രാഹുൽ വയ്ക്കണേ, എടാ നീ എന്തിനടാ എന്നെ കൊണ്ടുകൂടി കള്ളം പറയിക്കുന്നത്? അയ്യോ ജനിച്ചിട്ട് ഇന്ന് വരെ കള്ളം പറയാത്തൊരാൾ, എടോ മനുഷ്യ കള്ളം കണ്ടുപിടിച്ചത് തന്നെ താനല്ലേ എന്ന് പറയണം. അങ്ങനെ നമ്മുടെ പിന്നെ രാഹുൽ തന്നെ ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് പറയണ, മോളെ ഞാൻ രാഹുലങ്കിളാണ്, ഞാൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു മോളെ. ശരിക്കും പറയുകയാണെങ്കിൽ മനോഹറിൻ്റെ ഇപ്പോഴത്തെ കാര്യം മനോഹർ എന്നല്ല റോണി എന്നാണ് പറയുന്നത്. റോണിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞാൽ കുറേ കഷ്ടമാണ്. കാരണം വിവാഹം കഴിഞ്ഞതോടുകൂടി ഇവിടെ മാമൻ മരിച്ചു കിടന്ന സമയത്ത് വിവാഹം കഴിച്ചെന്ന് പറഞ്ഞ് അവനെ എല്ലാവരും കൂടി അവിടെ ഇട്ട് പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഫോൺ അവൻ എടുത്തില്ല. ഫോൺ കുറച്ച് മുമ്പ് അവൻ എൻ്റെ കയ്യിൽ കൊണ്ട് തന്നതാണ് എന്നിങ്ങനെ പറയണം. അയ്യോ അങ്കിൾ എനിക്കറിയാം, അദ്ദേഹത്തിൻ്റെ വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ എനിക്കറിയാം. എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ എന്നെ വിളിക്കണേന്ന് പറയണേന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിഷ ഫോൺ വയ്ക്കുകയാണ്. നിഷ ഫോൺ വയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനോഹർ ഫോൺ അങ്ങ് തിരിച്ച് മേടിക്കുകയാണ്. എന്നിട്ട് പറയണം, എന്തായാലും താനുണ്ടല്ലോ സൂപ്പർ അഭിനയമാണ്, ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു എന്നൊക്കെ പറയണം. അപ്പോൾ ഉടനെ ബഹാസുരൻ തൂറിച്ച് നോക്കുകയാണ് ഇങ്ങനെ മനോഹറിനെ. അപ്പോൾ ഉടനെ മനോഹർ പറയണം, എന്തായാലും ഞാനേ തൻ്റെ മോളവിടെ എന്നെ കാത്ത് ഉറങ്ങാതിരിക്കുകയാണ്, ഞാൻ പോയി അവളെ ഒന്ന് ഉറക്കി കിടത്തിയിട്ടേ ഞാനേ പിന്നെ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ട് മനോഹർ സ്റ്റെപ്പ് കയറി ഒരു പോക്കങ്ങ് പോവുകയാണ്. ബഹാസുരൻ ഇങ്ങനെ ഒന്ന് നോക്കുകയാണ്, മനോഹറിനെ തന്നെ നോക്കി തുറച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ബഹാസുരൻ മനസ്സിൽ പറയണേ, ഇവന് ലോകം മൊത്തവും സംബന്ധമാണ്, ഇവനെ ആരെങ്കിലും ഒന്ന് തല്ലിക്കൊന്നാൽ മതിയായിരുന്നു, ആരും ഇവനെ കൊല്ലുന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബഹാസുരൻ ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എപ്പിസോഡ് കഴിയുകയാണ്. എന്തായാലും മൗനരാഗം സീരിയലിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക മാത്രം പോരാ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.